മീൻസ് എന്താണെന്ന് വെച്ചാൽ പറയേണ്ടതില്ല എന്ന് പറയണേ. എന്താ വെച്ചാൽ പറഞ്ഞാലും അതിനവർ മുതിരില്ല. എന്താ വെച്ചാൽ എന്തായാലും യേശുവയുടെ ഈ സെക്കൻഡ് കമ്മിങ് കള്ളനെ പോലെ വരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കള്ളനെ പോലെ വരണ പെട്ടെന്ന് അറിയില്ല. അത് മെറ്റീരിയലിസ്റ്റിക് വേന് വേണ്ടിയുള്ള ആരാധനയല്ല. അപ്പോൾ പറയേണ്ടത് പറയും. ഈ 2025 മുമ്പ് തന്നെ പറയും. പറയാൻ തോമസ് ചക്കര മറ്റത്തച്ഛൻ അല്ലെങ്കിൽ നെല്ലിക്കുന്ന് അച്ഛൻ സെവൻത്രയുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ നെല്ലിക്കുന്ന് അച്ഛൻ വയസ്സനാണ്. പക്ഷെ എന്നാലും പറയാൻ തോന്നും. എന്നുവെച്ചാൽ ചെവി ഉയരം കുറവാണ്, ചെവി കേൾവി കുറവുണ്ടാവും. ഞാനൊരു കറുത്തൊരു കുറച്ച് മുടി കറുത്ത് ഇങ്ങനെ ഉയരത്തിലുള്ളൊരു ജോലിസ്റ്റൻ അല്ലെങ്കിൽ വേറൊരു എങ്ങനെയുടെ ഒരു ഗ്രാമർ ഭാഷയുടെ അവരുടെ പോലെ വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഒരു മഠത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 5 സെൻറ്റൻസേ പറയാനുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതൊക്കെ കടക്കാം. എന്നുവെച്ചാൽ എത്ര സ്നേഹം കൊടുത്താലും എന്ത് കൊടുത്താലും ഇത് റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്ക് ചേതന മ്യൂസിക് അക്കാഡമിയിൽ പറഞ്ഞ കോനിക്കാടൻ ജോസിൻ്റെ മോനാന്ന് ചേതന മ്യൂസിക് അക്കാഡമിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ തന്നെ പറയാം, ഇവരോട് പറയാനാണ്. അപ്പോൾ ചന്ദ്രമാഷൊക്കെ ഉണ്ടായിരുന്നു അവിടെ പാട്ട് പഠിക്കുന്ന പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജോലി സരക്കലച്ഛൻ്റെ കൂടെ. അപ്പോൾ അനിയൻ്റെ കാര്യം പറയണ്ട. അത് വെച്ചാൽ അവർ കല്യാണം തീർന്നു. അപ്പോൾ ജോലി ചെയ്യാൻ തത്രപ്പെടാൻ പാടില്ല, മക്കളുണ്ടാക്കാൻ തത്രപ്പെടാൻ പാടില്ല, കല്യാണം കഴിക്കാൻ തത്രപ്പെടേണ്ട ആവശ്യമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് നടന്നോളും. അപ്പോൾ 888 വന്നത് 888 എന്ന യേശുവിടെ നമ്പറാണ് സെക്കൻഡ്. അതിൻ്റെ താഴെ അനിയനും 1290. യഹോവയുടെ നമ്പർ 248 3 × 8 24. ആ 24 26 + 2 26 തന്നെ വന്നേക്കണം. അറ്റ്ലീസ്റ്റ് 12:00 സമയം ആ രീതിയിൽ വന്നേക്കണം. അപ്പോൾ യേശുവിനെയും അങ്ങനെ കടിഞ്ഞൂലായിട്ട് ജനിച്ചേക്കണം. അപ്പോൾ അങ്ങനെ വന്നേക്കണം. സെക്കൻഡ് കമ്മിങ് വന്നിട്ടുണ്ടെന്ന് പറയാം. യഹൂദിയ ജൂവിഷ് മലയാളി ക്രിസ്ത്യൻ ഡിസെൻഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജൂവിഷ് ഫസ്റ്റ് സെഞ്ചുറിയിലും സെക്കൻഡ് സെഞ്ചുറിയിലും 15th സെഞ്ചുറിയിലൊക്കെ വന്ന് ട്രേഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലൊക്കെ, കേരളം. അപ്പോൾ അത് കഴിഞ്ഞ് തോമസൊക്കെ വന്നു കഴിഞ്ഞ് ആ സമയത്ത് ജൂവിഷ് കുറേ മലയാളികളായിട്ട് കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് അവരൊക്കെ ക്രിസ്ത്യൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മലയാളികളായിട്ട് തുടരെ അവിടെ പാരമ്പര്യം തൊട്ട് വരുന്നതാണ്. അപ്പോൾ യേശുയുടെ സെക്കൻഡ് കമ്മിങ് വന്നു കഴിഞ്ഞാൽ ഈ ജീവനില്ലാത്തത് ആരാധിക്കുക, ഐഡൽ വർഷിപ്പ്, പിന്നെ എന്താ പറയുക, മാതൃകയായിട്ട് കാണിക്കണമെന്ന് പറയാം. പക്ഷേ റിപ്പീറ്റഡ് സാക്രിഫൈസ് നിൽക്കേണ്ട സമയം വരും. അതൊക്കെ നിൽക്കണം. ഐഡൽ വർഷിപ്പൊക്കെ നിൽക്കണം. പിന്നെ മാറിയാൽ കൊള്ളാം, മാറിയില്ലെങ്കിലും കൊള്ളാം. എന്നു വെച്ചാൽ അത് കഴിഞ്ഞാൽ യേശുവിടെ സാക്രിഫൈസിൻ്റെ സമയം ജോലി ചെയ്യണ സാക്രിഫൈസ് തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ജോലി ഡിസേൺ ചെയ്യുക, ഡിസ്റ്റേൺ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് ഹ്യൂമൻ സ്പിരിറ്റ്സ്, ഫെയർ ആൻഡ് ഫൂളിഷ്, അത് കാണിക്കുക. അപ്പോൾ എല്ലാത്തിനും സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് വേറെ നോക്കി കാണാൻ. അതാണ്. അപ്പോൾ എന്താ പറയുക, ജോസ് പാലക്കാടൻ്റെ മോനാൻ പറഞ്ഞപ്പോൾ അപ്പോൾ യേശുവിൻ്റെ ആ ഒരു ജോലി തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ജോലി എന്ന് പറയുന്നത് ഡിസേൺ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് ഹ്യൂമൻ സ്പിരിറ്റ്സ്, വെദർ ഫെയർ ഓർ ഫൂളിഷ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പിന്നെ ജോസിൻ്റെ മോനാന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കാം, അന്ന് പറഞ്ഞു തൊട്ടുള്ള അറിവുകളനുസരിച്ച് വേറെ ടൈപ്പിലാണെന്നറിയാം. അത് കഴിഞ്ഞ് ജസ്റ്റ് പറയാം, എന്താ വെച്ചാൽ ഫോൺ നമ്പർ തന്നാൽ ഞാൻ ക്രിസ്ത്യൻ മെസ്സേജസ് അയക്കാം. ഹ്യൂമൻ ലൈഫ് ഹിസ്റ്ററി ഫുള്ളും പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ അച്ഛൻ്റെ വീട് എവിടെ അല്ലെങ്കിൽ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ച് ജസ്റ്റ് സംസാരിക്കണമെന്നുള്ളൂ. അല്ലാണ്ട് വലിയ അതിലില്ല. അപ്പോൾ കള്ളനെ പോലെ വരാം, അതെല്ലാവരും അറിയണമെന്നില്ല. അപ്പോൾ ഇമ്മാനുവൽ എന്ന് പറയുന്നത് മെസ്സിയ എന്ന് പറയുന്നത് സ്പിരിച്വലായിട്ട് ആരാധിക്കാനുള്ളതാണ്. അല്ലാണ്ട് സ്പിരിച്വലുള്ള ആരാധനയായിരിക്കും പറയണം. എന്താ വെച്ചാൽ അതിൽ യഹോവയുടെ പ്ലാൻ പോയില്ലേ വെച്ചാൽ ഡിപ്ലോമസി ആയിട്ടുള്ള മാലയൊക്കെ ഇട്ടിട്ട് ഡിപ്ലോമാറ്റിക് ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടിയുള്ള ആരാധനയായിരിക്കില്ല. മെസ്സിയ മനസ്സിൽ കാണാൻ, ആത്മാവിൽ കാണാൻ ആരാധിക്കുക. സ്പിരിച്വൽ ആരാധന എന്നാണ് പറയുന്നത് സെക്കൻഡ് കമ്മിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കൊറോണയും സമയത്തിന് വന്നതും, അപ്പോൾ ഈ സമയത്ത് തന്നെ വരണം കൊറോണ വന്നതും, പിന്നെ എന്താ പറയുക തന്നെ വന്നത്
സുനാമി അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ വന്നത് ഞാൻ വിശദീകരിക്കണല്ലേ. അത് ക്രിസ്ത്യൻ മെസ്സേജ് ഞാൻ അയക്കാം, അപ്പോൾ അതിൽ കേൾക്കാം. അപ്പോൾ അവരുടെ ലൈഫ് ഹിസ്റ്ററി പറഞ്ഞ് ഫുള്ള് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പോപ്പ് ചത്തത് മരിച്ചത് April 21. അപ്പോൾ അത് മുങ്ങിന് വരേണ്ടെന്ന് വിവരം അതൊക്കെ സമയത്തിൻ്റെ ആ സമയത്തിന് യേശുവയുടെ സമയത്ത് തന്നെ വന്നതാണ്. അപ്പോൾ യേശുവയുടെ സെക്കൻഡ് കമ്മിങ് അറിയിക്കണം. അത് ഇവിടെ വന്ന് കാണിക്കാനായിട്ട് പാടില്ല. പക്ഷെ എനിക്ക് സ്പീച്ചായിട്ട് ഇങ്ങനെ ലോക്കൽ ലാംഗ്വേജിലൊന്നും എനിക്ക് സ്പീച്ച് മൈക്കിലൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കള്ളനെ പോലെ എല്ലാവരും വെഡിത്തത്തിൽ മുഴുകി നടക്കുമ്പോൾ അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ട് നടക്കും. ട്രഡീഷനൊക്കെ മറന്ന് ചിലർ വിചാരിക്കും ആൻറ്റി ക്രൈസ്റ്റാന്ന് വിചാരിക്കും. അതൊക്കെ മറന്ന് ഇത് കറക്റ്റായിട്ട് വന്നുണ്ട്. യേശുവയുടെ സമയം നമ്പർ 888 ടു സെക്കൻഡ് ഓഗസ്റ്റ് 888 ജനിച്ചതാണ്. അത് കഴിഞ്ഞ് 26 3 24 + 26 യഹോവയുടെ സമയം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 666 മായി പോയിട്ടുണ്ട്. മാമയപ്പോൾ റോസ് അതൊക്കെ 3/24 ബർത്ത്ഡേയും 24 to 3 പ്രാവശ്യം 2000 12 വയസ്സ് തികയുമ്പോൾ കാണാണ്ടാവണ രീതിയൊക്കെ വന്ന് അധികം പറയാനില്ല. ഇപ്പോൾ 1+2 3 തൃശ്ശൂർ തന്നെ നടക്കണം. 24 888 നിലനിൽക്കുന്നുണ്ട്. മാർച്ച് അതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് സോങ്സ് ആണെങ്കിലും ബോണിയം ആണെങ്കിലും അപ്പോൾ അത് പറയാം. അപ്പം നമ്മൾ വെറുതെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു മഴയുടെ ലാഞ്ചിനും അത് കഴിയുമ്പോൾ നമുക്ക് തോന്നും, പറയണോ ഈ 3 പേരോട് പറയണോ, 3 സ്ഥലത്ത് അത് പറയണോ. ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണ പോലെ തന്നെ മുഖത്ത് നോക്കി ജസ്റ്റ് ഒരു ഇതിൽ ഷോർട്ടായിട്ട് പറയാം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ മാറേണ്ട കാര്യം പറയുമ്പോൾ അത്ര തന്നെ. ഇപ്പോൾ പോപ്പ് ട്വിറ്ററിലൊക്കെ കുറേ പ്രശ്നം ജയിക്കും. അപ്പോൾ ട്വിറ്ററിലപ്പോൾ അങ്ങനത്തൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നടന്ന് വരണതിൻ്റെയും വണ്ടി പഠിച്ച് ഓട്ടോ പഠിച്ച് വരണതിൻ്റെ മഴയുടെ ലാഞ്ചനയും എഗ് ബിരിയാണി എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല പെർഫെക്റ്റായിട്ട് കഴിച്ച് ആസ്വദിച്ച് റെസ്റ്റ് ചെയ്ത് വരണതിൻ്റെ ഒരു ഒന്നിനും തിടക്കില്ല. ആ ഒരു ലാഞ്ചനയും എല്ലാം വരണതിൻ്റെ സമയത്തിനനുസരിച്ച് ഇതിനനുസരിച്ചിരിക്കും പറയണതിൻ്റെയും കാര്യങ്ങളും അറിയിക്കണതിൻ്റെയും. പക്ഷേ അറിയിച്ചാലും കള്ളനെ പോലെ വരണമെന്ന് ബൈബിളിലും നേരത്തെ തിരിച്ച കാരണം ആത്മാവിലും സ്പിരിച്വൽ ട്രൂത്തായിട്ടായിരിക്കും മനുഷ്യനെ ആരാധിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് റിപ്പീറ്റഡ് സാക്രിഫൈസും ഐഡൽ വർഷിപ്പൊക്കെ നിൽക്കേണ്ട സമയത്ത് നിൽക്കും. പക്ഷെ മാതൃക കാണിച്ച് തുടരണവരുണ്ടാവും. അത് വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ഒരു സമയത്ത് നിൽക്കേണ്ട സമയത്തൊക്കെ മാറേണ്ടവർ മാറിയ കൊള്ളാം, മാറിയില്ലെങ്കിലും കൊള്ളാം. അപ്പോൾ നിത്യജീവൻ അരുന്നൂട്ടി വാങ്ങാൻ പറയാം, കരസ്ഥമാക്കാൻ പറ്റില്ല. ഇറ്റേണൽ ഡെത്ത് അരുന്നൂട്ടി വാങ്ങാം. പക്ഷേ ഡിസൺ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് ഹ്യൂമൻ സ്പിരിറ്റ്സ് വെദർ ഫെയർ ഓർ ഫൂളിഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വരും. പിന്നെ മെറ്റീരിയലിസ്റ്റിക് ജോലി എനിക്ക് വെറുപ്പാണ്. മെറ്റീരിയലിസ്റ്റിക് ജോലിയല്ല ചെയ്യേണ്ടത്. ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് നടക്കും. തത്രപ്പെട്ട് വ്യഗ്രത കൊണ്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. തത്രപ്പെട്ട വ്യഗ്രത കൊണ്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. തത്രപ്പെട്ട വ്യഗ്രത കൊണ്ട് മക്കളുണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം സ്പിരിച്വലായിട്ട് നടക്കണം. പിന്നെന്താ പറയുക, ലവ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ അതിൽ കുറ്റം പറച്ചിലില്ല. കുടിച്ച് ഡ്രഗ് അടിച്ച് വീഡിയോ അടിച്ച് കൂട്ടും കഴിച്ച് നടക്കലില്ല. അപ്പോൾ ഈ 8 × 3 24 + 2 സെക്കൻഡ് കമ്മിങ് + 26 യഹോവയുടെ നമ്പറും യേശുവയുടെ നമ്പറും പറഞ്ഞിരിക്കുന്നത് എല്ലാ സമയത്തും നടക്കും. ആ കാലം മണിക്കൂറും ആരും അറിയണില്ല എന്നൊക്കെ പറയുന്നത് ആ ഹീബ്രു ലാംഗ്വേജിലും എല്ലാം മലയാളം എല്ലാം കണക്ഷൻ വരുന്നുണ്ട്. ലാംഗ്വേജിൻ്റെ അക്ഷരങ്ങളും അതൊക്കെ. അപ്പോൾ ഹീബ്രു അല്ല അരമൈക്ക്. അപ്പോൾ ഈ മണി അങ്ങനെയുള്ളവരുടെ ജീവനില്ലാത്തതിൻ്റെ ആരാധിച്ച് അതിനുള്ള നമ്പറും ബർത്ത് ഡേറ്റ് മാറ്റുന്നതും ഫേക്ക് പേര് അവരുടെ മാറ്റുന്നതും എന്നൊക്കെ ഫേക്ക് പേരാക്കുകയാണ്. അതിൽ കാര്യമില്ല. അതിലൊരു ഇതില്ല എന്ന് പറയണം. അതുകൊണ്ടെല്ലാം ഉണ്ടാവണമെന്നും. അപ്പോൾ അവർ അരുന്നൂട്ടി കുടിച്ച് ചാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നടക്കേണ്ട സമയത്ത് നടക്കുമെന്ന് പറയണം. എന്നുവെച്ചാൽ കള്ളനെ റൈസ് റൗസ് അതുപോലെ വരും. എല്ലാം വെഡിത്തം മാറണ സമയത്ത് സമാധാനമായിട്ട് ഡിസേൺ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് ഹ്യൂമൻ സ്പിരിറ്റ്സ് വെദർ ഫെയർ ഓർ ഫൂളിഷ് എന്ന് പറയുന്ന രീതിയാണ് പറയണം. ഈ 26 888 എന്നുള്ളതും അത് പണ്ടേ തൊട്ടുള്ള താളികളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നെന്ന് മാത്രം. 888 യേശുയുടെ നമ്പറാണ്. സെക്കൻഡ്
പ്ലസ് അത് 8x3 8 കൂടിയിട്ട് 8x24 + 2 26 അവരുടെ നമ്പറാണ്, കറക്റ്റായിരിക്കും. 666 അല്ല, അത് മാഞ്ഞ് പോകും. 2+4 + 666 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 8x3 റോസ് 83 ബർത്ത്ഡേ ഡെത്ത് ഡേ 2008 1 + 2 3 12 ദിവസത്തേക്ക് യെറുശലേം കാണുന്ന പോലെ 8x3 8 എന്ന് 20 സമയം കൊറോണ നടന്നു 8 8x3 24 8x3 24 8x3 24 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കൂട്ടെ 24 8 8 8 മാർച്ചിൽ. അതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ ആണ് അതുപോലെ തന്നെ തുടരുന്നുണ്ടെന്ന്. അത് 2001 ഉണ്ടായതും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികം വിശദീകരിക്കണില്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ പണ്ട് തൊട്ട് എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണത്. ഓഡിയോ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, അപ്പോൾ കേൾക്കുമെന്ന് അറിയാം. അപ്പോൾ പറയേണ്ടത് പറയും. അത് ഇപ്പോൾ ഈ വർഷം ഒക്ടോബർ 3 സ്ഥലത്താണ് പറയേണ്ടതാണെങ്കിൽ പറയും, അത് പറഞ്ഞിരിക്കും. അപ്പോൾ ഒക്ടോബർ ഇപ്പോഴും പറയുന്നുണ്ട്, അറിയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അറിയുന്നുണ്ടെങ്കിലും കള്ളനെ പോലെ വരണമെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഒക്ടോബർ ഡിസംബറിനുള്ളിൽ പറയേണ്ടടുത്ത് പറയും. അത് 5 സെൻറ്റൻസ് അത്ര നീട്ടി വലിച്ച് പറയണല്ലേ. എല്ലാ ലൈഫ് ഹിസ്റ്ററി കൂടി കൂട്ടി കുഴച്ച് എല്ലാം നേരം ഉണ്ട് അത് പറയണല്ലേ. ഇത് യേശുവയുടെ ഇത് പോപ്പാലോ അത് ഡിപ്ലോമാറ്റിക് ഹാൻഡ് ഷേക്കിൽ സെലക്ട് ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് രീതിയിലുള്ള ആരാധനയല്ല പറയണത്, സ്പിരിച്വൽ. അപ്പോൾ അവിടെ ആ സമയത്ത് റിപ്പീറ്റഡ് സാക്രിഫൈസും ഐഡൽ വർഷിപ്പൊക്കെ നിൽക്കും എന്ന് പറയുന്നത് ശരിയാണ്. മാറിയില്ലെങ്കിൽ കൊള്ളാം, മാറിയില്ലെങ്കിൽ കൊള്ളാം, ചിലർ മാറില്ല. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സ്ഥലത്തും കാശിന് വേണ്ടിയല്ല അത് ചെയ്യേണ്ടത്. എഴുതി പൂരിപ്പിക്കേണ്ട കാര്യമല്ല, ഓൺലൈനിൽ സൈറ്റിലൊക്കെ എഴുതി പൂരിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ